നമസ്കാരം. രാജ്യത്തെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന ആ ഒരു പാനലിൽ സുപ്രീം കോടതി കടുത്ത നിലപാട് അത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായതിനു ശേഷമുണ്ടായ വലിയൊരു മാറ്റമായിരുന്നു. ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ അദ്ദേഹം എടുക്കുന്ന പരിഷ്കാരങ്ങൾ ഒന്നും തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും അത്ര സുഖമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ എങ്ങനെയും മാറ്റുക എന്നുള്ളതല്ലാതെ മറ്റൊരു പോംവഴി അവർക്ക് മുന്നിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ്. ഡൽഹിയിൽ നാളെ എന്തും സംഭവിക്കാം. അതിനിർണായകമായിട്ടുള്ള ചർച്ചയ്ക്ക് നാളെ തലസ്ഥാനത്ത് കളമൊരുങ്ങുമ്പോൾ മോദിക്ക് ഇനി വെട്ടിമാറ്റേണ്ടത് ഒരേ ഒരാളെ മാത്രമാണ്. ഈ രാജ്യം ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന് കൂടിയാണ് നാളെ രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പുറത്താക്കുമെന്ന് ആരും കരുതിയതുമില്ല. അവിടെയാണ് മോദി എല്ലാം തികഞ്ഞവനായിട്ട് നിലകൊള്ളുന്നത്. മോദിക്കൊപ്പം അമിത്ഷായും കൂടെ ചേരുമ്പോൾ തന്ത്രം ഇരട്ടിക്കും. അതിനിർണായകമായിട്ടുള്ള ഒരു ചർച്ചയാണ് നാളെ രാജ്യതലസ്ഥാനത്ത് നടക്കാനായിട്ട് പോകുന്നത്. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ മാസം 18-ാം തീയതി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വിശ്രമ ജീവിതത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ രാജീവ് കുമാറിന് പകരം ആര് എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യമെങ്കിൽ അതിനുള്ള ഉത്തരം കിട്ടുക നാളെയാണ്. ചൊവ്വാഴ്ച വിരമിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിൻ്റെ പിൻഗാമിക്കായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെട്ട സെലക്ഷൻ കമ്മിറ്റി തിങ്കളാഴ്ച അഥവാ നാളെയാണ് യോഗം ചേരുന്നത്. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളിൻ്റെ നേതൃത്വത്തിലുള്ള സെർച്ച് കമ്മിറ്റി 5-അംഗ പട്ടികയും ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പാനലിൽ ഇനി മുതൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടാവില്ല. നിർണായകമായിട്ടുള്ള ഒരു പാനലിൽ നിന്നാണ് മോദിയും കേന്ദ്രവും ചീഫ് ജസ്റ്റിസിനെ പുറത്തേക്ക് എറിഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഉൾപ്പെട്ട സമിതിയാകണം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തീരുമാനിക്കേണ്ടതെന്ന് 2023 മാർച്ചിൽ സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് വിധിച്ചിരുന്നു. ഇത് മറികടക്കാൻ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന മന്ത്രി എന്നാക്കി ഭേദഗതി വരുത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിനുള്ള സുപ്രീം കോടതി വിധി അട്ടിമറിക്കാനായി കേന്ദ്ര സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്ന ശേഷം ഇതാദ്യമായിട്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കായിട്ടുള്ള സെലക്ഷൻ കമ്മിറ്റി യോഗം ചേരുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി ജ്ഞാനേഷ് കുമാറിനെയും അതുപോലെ തന്നെ സുഖ്ബീർ സിംഗ് സിദ്ധുവിനെയും നിയമിക്കുന്നതിന് സെലക്ഷൻ കമ്മിറ്റി ചേർന്നിരുന്നു. രാജീവ് കുമാർ കഴിഞ്ഞാൽ സീനിയോറിറ്റി ജ്ഞാനേഷ് കുമാറിനാണ്. 2029 ജനുവരി 26 വരെയാണ് ഇതിന് കാലാവധി. ജ്ഞാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് തീരുമാനിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മറ്റൊരാളെ കൂടി കണ്ടെത്തേണ്ടതായിട്ട് വരികയും ചെയ്യും. ഏതായാലും നാളത്തെ യോഗം അത് നിർണായകമാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.